നമസ്തേ. പാണ്ഡവന്മാർക്ക് ശേഷം ഹസ്തിനപുരിയിൽ രാജാവായത് അഭിമന്യുവിൻ്റെ മകനായ പരീക്ഷിത്താണ്. പരീക്ഷിത്ത് രാജാവ് ഒരിക്കൽ നായാട്ടിനിടയിൽ ഓടിച്ചു കൊണ്ടുപോയ ഒരു മാൻ ഒരു ആശ്രമത്തിൻ്റെ പരിസരത്ത് കൂടി ഓടിപ്പോയി. മാനിനെ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ രാജാവിന് കഴിഞ്ഞില്ല. അദ്ദേഹം അവിടെ ഇരുന്ന ഒരു മുനിയോട് എങ്ങോട്ടാണ് മാൻ ഓടിപ്പോയത് എന്ന് ചോദിച്ചു. പക്ഷെ മുനി ഒന്നും മിണ്ടിയില്ല. പല പ്രാവശ്യം ചോദിച്ചിട്ടും ഒന്നും മിണ്ടിയില്ല. ആ മുനിയുടെ അഹങ്കാരം എന്ന് ധരിച്ച് അദ്ദേഹം അടുത്ത് കണ്ട ചത്ത് കിടന്ന ഒരു പാമ്പിനെ എടുത്ത് മുനിയുടെ കഴുത്തിലിട്ട് കൊടുത്തു. അന്നേരവും മുനി ഒന്നും മിണ്ടിയില്ല. ഇത് ദേഷ്യം ഒറ്റ ശമിച്ച പരീക്ഷിത്ത് അവിടെ നിന്നും പോയി. അതിനുശേഷം കുറേ കഴിഞ്ഞപ്പോൾ ആ മുനിയുടെ മകൻ ഭക്ഷണത്തിനോ വിറകിനോ ഒക്കെ വെളിയിൽ പോയിരിക്കുകയായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഈ സംഭവം അറിഞ്ഞ് രോഷം കൊണ്ട് തിളച്ച ആ മുനികുമാരൻ പരീക്ഷത്തിനെ ശപിച്ചു. നിന്നെ സർപ്പം കടിച്ചു കൊല്ലും, നീ സർപ്പവിഷമേറ്റ് മരിക്കും. അതിനൊരു തീയതിയും പറഞ്ഞു. അപ്പം അങ്ങനെ പരീക്ഷിത്ത് രാജാവ് കൊട്ടാരത്തിലെത്തി. പിറകെ ഈ വാർത്തയും എത്തി. ആകെ പരിഭ്രമമായി. എങ്ങനെ രക്ഷിക്കും? സഭാ വാസികളെല്ലാം വിളിച്ചു കൂട്ടി ആലോചന. അങ്ങനെ ഒരു പ്രത്യേക കെട്ടിടം കണ്ടെത്തി അത് സുരക്ഷിതമാക്കി. ഒരു പുഴുവിന് പോലും അകത്തേക്ക് കടന്നു വരാൻ പറ്റാത്ത തരത്തിൽ ആ കെട്ടിടം സുരക്ഷിതമാക്കി രാജാവ് ഉള്ളിൽ കഴിഞ്ഞു. മുനി പറഞ്ഞ കാലാവധി വരെ അദ്ദേഹം അതിൽ കഴിയാൻ തീരുമാനിച്ചു. അപ്പം മുനിയുടെ വാക്കിനെ തോൽപ്പിക്കുക, സർപ്പദംശത്തിൽ നിന്ന് രക്ഷപ്പെടുക, സ്വന്തം ജീവൻ രക്ഷിക്കുക, ഇതായിരുന്നു പരീക്ഷത്തിൻ്റെ ഉന്നം. പക്ഷേ ആ സമയം കഴിഞ്ഞപ്പോൾ, അത് മുനി പറഞ്ഞ സമയം കഴിഞ്ഞു എന്നാണ് അദ്ദേഹം ധരിച്ചത്. കഴിഞ്ഞപ്പോൾ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പഴം എടുത്ത് അദ്ദേഹം തിന്നാൻ തുടങ്ങി. ആ പഴത്തിലൊരു ചെറിയ പുഴു ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ശ്രദ്ധിച്ചില്ല. പക്ഷെ അത് പഴം തിന്നാൻ തുടങ്ങിയപ്പോൾ ആ പുഴു വലുതായി പാമ്പായി മാറി, തക്ഷകനായി മാറി രാജാവിനെ കടിച്ചു കൊന്നു. ഈ കഥ നൽകുന്ന പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരവരുടെ കർമ്മഫലം എപ്പോഴായാലും എങ്ങനെയൊക്കെ പ്രതിരോധിച്ചാലും അവസാനം അവരിലേക്ക് തന്നെ വന്നെത്തും. അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല, ഒരു മുടക്കവും അതിൽ വരില്ല എന്നാണ്. എങ്ങനെയൊക്കെ കവചം തീർത്താലും കർമ്മഫലം നിങ്ങളിലേക്ക് എത്തിത്തീരുക തന്നെ ചെയ്യും. അതാണ് ഈ കഥ നിങ്ങളോട് പറയുന്നത്. ഇന്ന് ഈ കേരളത്തിൽ ഭരണാധികാരികൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് ഈ കഥ എന്നെ ഓർമ്മിപ്പിച്ചത്. അവർ പല വിധമായിട്ട് കവചങ്ങൾ തീർക്കുന്നുണ്ട്. എന്നിട്ടൊന്നും ഒരു രക്ഷയുമില്ലാതെ ആ കവചങ്ങളെയൊക്കെ തുളച്ചുകൊണ്ട് കർമ്മഫലം അവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷിത്ത് അക്രമം പ്രവർത്തിച്ചത് തൻ്റെ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരത്തിൻ്റെ പ്രമത്തതയിലാണ്. അതുപോലെയാണ് ഇവിടെയും നടക്കുന്നത്. അധികാരപ്രമത്തതയിൽ എന്ത് കൊള്ളരുതായ്മയും ചെയ്തു കൂട്ടുക, തന്നെ ആരും ഒന്നും ചെയ്യാനില്ല എന്ന ഭാവത്തോടു കൂടി അധികാരി അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. തന്നെ എതിർക്കുന്നവരുടെ തല തല്ലിപ്പൊട്ടിച്ച് അത് രക്ഷാപ്രവർത്തനമാണെന്ന് വിളംബരം ചെയ്യുന്നു. എതിർത്ത് പറയുന്നവർക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കുന്നു. ഇതൊക്കെ അധികാര പ്രമത്തതയുടെ പ്രകടനങ്ങളാണ്. ഇതിനൊക്കെ തീർച്ചയായിട്ടും ഇതൊക്കെ അന്യായ പ്രവൃത്തികളാണ്. ആ അന്യായത്തിന് തക്ക ഫലവും ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവത്തില്ല, അതിനെയൊക്കെ നമുക്ക് പ്രതിരോധിച്ച് കളയാം. അതൊന്നും തന്നിലേക്ക് വരാതിരിക്കാൻ
തങ്ങളിലേക്ക് വരാതിരിക്കാൻ തൻ്റെ സ്വാധീനം കൊണ്ട് പരിച പണിയാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ഈ ലോകം പ്രവർത്തിക്കുന്നത് ഒരു നിയതമായ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ നിയമത്തെ ആർക്കും ലംഘിക്കാൻ പറ്റില്ല. മനുഷ്യനിർമ്മിതമായ നിയമങ്ങളെ നമുക്ക് ലംഘിക്കാം. പിടിക്കപ്പെട്ടാൽ അതിന് ഒരു ശിക്ഷ കിട്ടും. കിട്ടിയാലായി. വർഷങ്ങളോളം കേസും കൊണ്ട് നടന്ന് അവസാനം രക്ഷപ്പെട്ടെന്നും വരാം. പക്ഷേ ഈ അജ്ഞാതമായ ഈ കാണാൻ പറ്റാത്ത ഈ നിയമം, പ്രകടമായി നമുക്ക് അനുഭവപ്പെടാത്ത ഈ നിയമം, ആരാണിത് നമ്മളെ അടിച്ചേൽപ്പിക്കുന്നത്, ആരാണിത് സൂപ്പർവൈസ് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു നിയമം അതാ പ്രവർത്തിക്കുന്നുണ്ട്. അത് സ്വയം അങ്ങനെയാണ് ചിട്ടപ്പെടുത്തി ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ നിന്ന് ആർക്കും വ്യതിചലിക്കാൻ പറ്റത്തില്ല. ആർക്കും ആരെയും തങ്ങളെ തന്നെ അതിൽ നിന്ന് ഒളിച്ചു മാറി രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഈ സത്യം മനസ്സിലാക്കുന്നവർ അന്യായങ്ങൾ പ്രവർത്തിക്കത്തില്ല, അഴിമതികൾ ചെയ്യില്ല, അധർമ്മം ചെയ്യത്തില്ല. ഇതാണ് നമ്മൾ ഈ പരീക്ഷത്തിൻ്റെ കഥയിൽ നിന്ന് പഠിക്കേണ്ടത്. അതാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിച്ചത്. നന്ദി, നമസ്കാരം.